സ്വയംവരം സ്വയംവരം. ഈ പ്രപ്പോസൽ കഴിഞ്ഞിട്ട് എന്തായിരുന്നു ശരിക്കും നടന്നതെന്ന് അവിടെ? പ്രപ്പോസൽ കഴിഞ്ഞൊരു നമ്മൾ പിരിയാന്നുള്ളായിരുന്നു. അതായത് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു, ഡിന്നർ കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഫർദർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നുള്ള കണ്ടീഷനായിരുന്നു. അപ്പോൾ പ്രപ്പോസലിൻ്റെ ഇടയിൽ അവരുടെ ഫാദറും മദറും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെയാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഇങ്ങനെ നാട്ടിൽ ഇവർ പോരുമ്പോൾ ഇവരുടെ ഫാദറിനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പുള്ളി ഓൾറെഡി ഒരു ഏജ്ഡ് ആയ ഒരു വ്യക്തി ആയതുകൊണ്ട് പുള്ളിക്ക് ശാരീരിക സ്ഥിതി ശരിയല്ലാത്തതുകൊണ്ടും പുള്ളി പെട്ടെന്ന് മരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കോള് വരുന്നത് ഇവർ ഈ റെസ്റ്റോറൻറ്റിൽ ഈ ഫ്ലാഷ് മോബ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ അവരത് കഴിയുമ്പോൾ തന്നെ അവരുടെ ഉപ്പ പറയാണ് ഞങ്ങൾ മടങ്ങുകയാണ്, കാരണം ഞങ്ങൾ ഇനി ദുബായിൽ നിൽക്കാൻ പറ്റി വന്നു, നെക്സ്റ്റ് ഫ്ലൈറ്റിന് മടങ്ങുകയാണ്. ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ലാൻഡ് ചെയ്തിട്ട് വന്ന് അവര് ലാൻഡ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് എന്നെ കാണാനാണ്. അവര് വീട്ടിലേക്ക് പോകുന്നില്ല, പെട്ടി കയ്യിലുള്ളപ്പോഴാണ് ഈ കോൾ വരുന്നത്. അവർ അടുത്ത ഫ്ലൈറ്റിന് കയറി പോകാൻ പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു, ഞാൻ ആകെ തകർന്നു, സജിനെ ആകെ തകർന്നു. എൻ്റെ ഫാദർ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി അപ്പോൾ പെട്ടെന്നൊരു ടേൺ എടുക്കുകയാണ്. എന്താണ് ഇപ്പോൾ പിരിഞ്ഞു പോവാണോ, പിരിഞ്ഞു പോവാണോ, നമുക്കിവിടെ വെച്ചൊരു കല്യാണം നടത്തല്ലേ, നിക്കാഹ് നടത്തല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു അതിന് ശേഷമുള്ള കാര്യങ്ങൾ. കാരണം രാത്രി 12:30 ഈ സമയം, 11:30 സജിന വന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റ്. സജിന 11:30 ഇറങ്ങുന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് 12:30 ഫ്ലാഷ് മോബ് കഴിയുമ്പോൾ രാത്രി 1 മണിയാണ്. 1:15 ആ സമയത്താണ് ഈ കോള് വരുന്നത്. ഞങ്ങളുടെ നിക്കാഹ് നടന്നത് 2 മണിക്കാണ് രാത്രി. അപ്പോൾ 1:30 ആകുമ്പോൾ എൻ്റെ ഫാദർ പെട്ടെന്ന്, പുള്ളി സ്പോണ്ടേനിയസ് ആണ്, പുള്ളി പെട്ടെന്ന് ആക്റ്റീവ് ആവുന്ന ഒരാളാണ്. അപ്പോൾ ആള് പറയണത് നിക്കാഹ് ഇവിടെ വെച്ച് നടത്തുന്നു, ചെക്കനും ഉണ്ട്, നമ്മുടെ ഇതനുസരിച്ച് ചെക്കൻ ഇവിടെ ഉണ്ട്, പെണ്ണിന്റെ വാപ്പ ഇവിടെ ഉണ്ട്, നിക്കാഹ് നടന്നിട്ട് നിങ്ങൾ പൊക്കോളൂ, ബാക്കി നമുക്ക് നാട്ടിൽ ആലോചിക്കാമെന്ന് പറയും. അങ്ങനെ രാത്രി കല്യാണരാമൻ സിനിമയിൽ കാണുന്ന മാതിരി രാത്രി സമയം നോക്കാൻ പോകുന്നില്ലേ, അതുപോലെ തന്നെ രാത്രി പോയിട്ടൊരു പള്ളിയിലെ ഉസ്താദിനെ വിളിക്കുകയാണ്, ഇപ്പൊ കല്യാണം കഴിച്ചു തരണം എന്ന് പറയാം. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. 2 മണിക്കാണ്. അപ്പൊ വിളിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അതിലൊരു കോമഡി, അറബി വേഷം കെട്ടിയിട്ട് ഫ്ലാഷ് മോബ് കളിച്ച വ്യക്തിയാണ് ഈ വിളിക്കാൻ പോകുന്നത്. ഈ സംസാരം ഭാഷ സാധാരണ ഒരു ചെന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളിയാണ് ഈ കാലി എന്ന് പറയുന്ന ഈ ഉസ്താദ്, ചെല്ലുന്നത് ഒരു അറബി വേഷത്തിലാണ്. അപ്പൊ പുള്ളി വിചാരിച്ചത് ഒരു CID കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് പിടിച്ചോണ്ട് പോകാന്ന് വെച്ചിട്ട്. സാധാരണ CID വേഷമാണ്, ദുബായിലെ CID ഇടുന്നതാണ് ഈ കന്തൂറ എന്ന് പറയുന്ന വേഷം. അപ്പൊ ആള് വെള്ള കന്തൂറയാണ് ഇട്ടിട്ടുള്ളത്, താടിയും വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി ഓട്ടോമാറ്റിക്കലി CID. അപ്പൊ വിചാരിച്ച് കല്യാണം നടത്താൻ എന്നെ പിടിച്ചോണ്ട് പോവാണോ എന്ന് ചോദിച്ചു രാത്രി. പറഞ്ഞ് പിടിച്ചോണ്ട് പോവല്ലേ, ഇത് നമ്മുടെ കൂടെ ഉള്ള ആളാണ്, ഇപ്പൊ ഒന്ന് വന്ന് ഇങ്ങനെ ഒരു കല്യാണം നടത്തി തരണം, ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ് പുള്ളി വന്നു 2 മണിക്ക്. അപ്പൊ കഫേ എന്റെ സുഹൃത്തിന്റെയാണ്. എല്ലാ ചെയറും ടേബിളും ഒക്കെ മാറ്റി അവിടെ തന്നെ ഒരു 10-30 ചെയർ. ആ സമയം കൊണ്ട് എന്റെ ഫ്രണ്ട്സ്, എനിക്ക് വളരെയധികം ഫ്രണ്ട്സ് ഉള്ളൊരു ആളായതുകൊണ്ട് ദുബായിൽ എന്റെ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് അപ്പൊ തന്നെ വിളിക്കുന്നു. ഒരു ടൈം ഒരു സൈഡിൽ കൂടെ കോള് പോകുന്നു, മൊത്തം രാത്രി എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നു, എല്ലാവരും വരുന്നു, അടുത്ത റിലേറ്റീവ്സ് ഒക്കെ കൂടെ തന്നെ ഉണ്ട്. ആ കഫേ ഞങ്ങള് അവിടെ വെച്ചിട്ടൊരു നിക്കാഹ് സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കഫേ ഞങ്ങളുടെ സുഹൃത്തിന്റെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി. രാത്രി സമയമായതുകൊണ്ട് ഞങ്ങൾ കഫേ ഓൾറെഡി 9 മണിക്ക് ശേഷം ഞങ്ങൾ കഫേയിൽ ആരും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ചെയറും തിരിച്ചിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ നിന്ന് നിക്കാഹ് കഴിക്കായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വീക്കെൻഡ് ആയിരുന്നു അവിടുത്തെ ഞങ്ങളുടെ റിസപ്ഷൻ. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അവർ തിരിച്ചു, അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അവർ മടങ്ങി. അല്ല, അവരുടെ ഫാദർ അപ്പൊ തന്നെ മടങ്ങി. ഈ റിസപ്ഷന് വേണ്ടി സജിന വെയിറ്റ് ചെയ്തു. 1 വീക്ക് അവിടെ വെയിറ്റ് ചെയ്ത് റിസപ്ഷൻ കഴിഞ്ഞ് സജിന മടങ്ങി.
സ്വാതിക്കിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഓൾമോസ്റ്റ് ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ്. ഇനിയും വിശേഷങ്ങൾ അറിയണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞതുപോലെ നാളെയാണ് കല്യാണം. സോ അതിന്റെ ഗ്രൂമിങ് കാര്യങ്ങളും ചെയ്യണം അല്ലേ? സോ ഇവിടെ തന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? സോ നമുക്ക് എന്നാ അകത്തേക്ക് പോയിട്ട് അത് തുടങ്ങാം. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക്. സോ ഇനി നമുക്കിപ്പം ഇവരെ സ്വാതിക്കിന്റെ വെഡിങ് വിശേഷങ്ങളിലേക്ക് വരാം. സോ സ്വാതിക്ക് ദുബായിലാണ്, ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. സോ ഇവിടുത്തെ ഒരു കാര്യം എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഇവിടെ ഓസ്കാറിനെ ഏൽപ്പിച്ചേക്കുവാന്നാണ് പറഞ്ഞത്. എസ്പെഷ്യലി ജനീഷ് ചേട്ടനാണ് എല്ലാത്തിനും പറഞ്ഞേക്കുന്നത്. സോ എന്താണ് സ്വാതിക്കിന്റെ വെഡിങ് ഒരു തീം? അതിൽ എന്താ പറയുക, സ്വാതി മുമ്പ് കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. നോർമലി നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ പിന്നെ അവർക്കൊരു ഹെഡേക്കും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അതിപ്പോൾ സ്വാതിക്ക് 100% ഞങ്ങൾ അറിയാവുന്നതുകൊണ്ട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. പിന്നെ സ്വാതിയുടെ നാട്ടിലേക്കുള്ള വരവേ ഈ പറഞ്ഞ പോലെ 1 day ബിഫോറാണ് നാട്ടിലെത്തുന്നത്. എന്തൊരു ഇതിൽ ഞാൻ കുറച്ച് ദിവസം സ്വാതിയുടെ കൂടെ ദുബായിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നാട്ടിൽ ഉപ്പയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണേ, സ്വാതി അവിടെ നിൽക്കണു. ഞാൻ ഉപ്പയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാതിയുടെ കുറേ ഡ്രീമുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞാൽ ഒക്കെ എന്താ പറയുക, ഒരു ലാസ്റ്റ് മിനിറ്റ് പേഴ്സൺ അല്ല, ലാസ്റ്റ് ഇപ്പൊ ഇരിക്കുന്ന പോയിന്റിലും അവന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നാളെ ഹർത്താൽ അല്ല, എല്ലാത്തിലും എവിടേക്കോ ദൈവം ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയും അതിനെ ഓവർകം ചെയ്യാന്ന് പറയുന്ന ഒരു വരദാനം കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും നടക്കും. പക്ഷെ പ്രശ്നങ്ങളുടെ അൾട്ടിമേറ്റിൽ എത്തിയിട്ട് അത് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ എല്ലാതും അവൻ്റെ ഡ്രീമിൽ നടക്കാറുണ്ട്. അവൻ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും അവൻ്റെ ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവും. അപ്പോൾ നാളത്തെ ആ ഇതിലും ഞങ്ങൾ വേറെ കുറേ പ്ലാൻ ചെയ്തിരുന്നു ആക്ച്വലി. പക്ഷെ ഇത്രയും ക്രൂഷ്യൽ ടൈം വന്നപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ കുറച്ച് കഴിയാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് നാളെ ഹർത്താലുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കട്ട് ഷോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഓസ്കർ വെഡിങ് ഹബിന്റെ ഒരു ഡിവിഷനായ ഹെയർ ബ്യൂട്ടി മേക്കപ്പ് സ്റ്റുഡിയോ അല്ലെ? നോറീൻ അത് ഹെഡ് ചെയ്യുന്ന ചേട്ടനാണ്. എന്റെ പേര് ഫറാസ് ബാബു. ഞാനും എന്റെ വൈഫും കൂടെയാണ് ഇത് റൺ ചെയ്യുന്നത്. വൈഫിന്റെ പേര് സജിത ബാബു. ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. വി ഹവ് ഡൺ റീസെന്റ് മിസ്സിസ് ഇന്ത്യയുടെ ഫാഷൻ ഷോ ചെയ്തിരുന്നു, കേരള വേർഷൻ. ഇന്ത്യ വേർഷനും ചെയ്തിരുന്നു, ചെന്നൈയിലായിരുന്നു. ദെൻ വി നോർമലി ഡു ഫോർ വെഡിങ് മേക്ക് ഓവേഴ്സ് ആൻഡ് ആഡ് ഫിലിം ഷൂട്ട്സ്, സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലുലു കൺവെൻഷൻ സെന്ററിന്റെ തൊട്ടടുത്താണ് നിങ്ങളുടെ സ്റ്റുഡിയോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വെഡിങ്സ് നടത്തുന്നവർ എല്ലാവരും നിങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട് അല്ലേ? സോ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ചെയ്തത് മിസ്സിസ് ഇന്ത്യ ഡിസംബറിലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് 1-2 ഷൂട്ട്സ് ഉണ്ടായിരുന്നു ആഡിന്റെ. ദെൻ റീസെന്റ് ഒരു സോങ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇപ്പൊ വെഡിങ്ങിന്റെ ആൾക്കാർ ഒത്തിരി പേര് ലുലുന്ന് തന്നെ റെഫറൻസ് സ്വാതിക്കിനോട് സംസാരിച്ചപ്പോ പറഞ്ഞു സ്വാതിക്കിന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് റൺ ചെയ്യുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫാമിലി. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ടു നോ മോർ അബൌട്ട് വാട്ട് യു പ്ലാൻ ഫോർ സ്വാതിക്. എനിക്ക് തോന്നുന്നു സ്വാതിക് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ തന്നെ ഏൽപ്പിക്കാൻ പോവാണ്, കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ജനീഷ് എന്ന് പറയുന്ന ആളും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സ്വകാര്യ ചർച്ചകളിൽ ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. എന്റെ കല്യാണം ചെയ്യുമ്പോൾ എങ്ങനെ വേണം, ഏതുപോലെ വേണം എന്നുള്ളതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മുന്നേ. ഈ കൺസെപ്റ്റ് ഒരു 5-6 വർഷം മുമ്പാണ് ജനീഷ് പറയുന്നത്. അതായത് ഒരു ഇവന്റ് ഹബ് എന്നുള്ളൊരു കല്യാണത്തിന് വേണ്ട എല്ലാം ഒരു കൊടക്കയിൽ. അപ്പോൾ അത് ജനീഷ് ആദ്യവട്ടം ഇങ്ങനെ ഒരു സംഭവം, ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ, ഇത്തരത്തിലുള്ള ഒരു പുതിയ കൺസെപ്റ്റ് കേരളത്തിൽ ആദ്യമായി പരീക്ഷിക്കുമ്പോൾ അത് വിജയിക്കുമോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം അത് തുടങ്ങിയല്ല, വിജയിക്കും. എൻ്റെ സുഹൃത്തിൻ്റെ ആ സംരംഭത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഇത്, എൻ്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും, കോസ്റ്റ്യൂം ഡിസൈനർ ആയാലും ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും, ഇതൊക്കെ ഒരു ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ആസ് ലൈക്ക് എ ഫാമിലിയാണ്. അപ്പോൾ ഇവരോടൊക്കെ എൻ്റെ കെമിസ്ട്രി ഓൾറെഡി കറക്റ്റാണ്. എൻ്റെ നല്ല ഇവിടെ ആര് വന്നാലും അവരുടെ കെമിസ്ട്രി സെറ്റായിരിക്കും. കാരണം ഒരു ദിവസങ്ങളോളം ഉള്ള ഒരു റൊട്ടീനാണ് ഇവിടെ വരിക. അതെ, ഇവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ഇതും പിന്നെ ഒരു റൊട്ടീനാണ്. ആദ്യം കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ എൻ്റെ പോലെ അല്ലാതെ തന്നെ സമയം എടുത്തുകൊണ്ടാണ്
പലരും ചെയ്യുക. എനിക്ക് ഇവരൊക്കെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഇന്നലെ വന്ന് ഇന്ന് ചെയ്ത് നാളത്തെ കല്യാണത്തിന് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം സ്വാതികിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി വെട്ടണ്ടെന്ന്. സോ നേരത്തെ ഇപ്പൊ സ്വാതികിനെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് സ്വാതികിന് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത്? അത് നമ്മൾ പരസ്പരം ഒരു ഡിസ്കഷൻ ചെയ്ത് ഇപ്പൊ ഞാൻ കണ്ടു നേരത്തെ കുറെ റെഫറൻസ് ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ഇപ്പൊ ശരിക്കും പ്ലാൻ ചെയ്തത്? ഇത് ആക്ച്വലി ഇപ്പൊ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നത് അണ്ടർ കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, വിച്ച് ഈസ് വെരി ട്രെൻഡി നൗ. അതിന്റെ ഒരു വേരിയസ് വേർഷൻസ് ഉണ്ട്, അതിലൊരു വേർഷനാണ് ചെയ്യുന്നത്. ശരി, അതെ അതെ അതെ. അത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബിയേഡ് വെച്ചിട്ട് ചില ആൾക്കാർക്ക് ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പം ആക്ച്വലി നമ്മൾ ഈ സൈഡിൽ നിന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ആ ടയർഡ്നെസ് ഉണ്ടായിരിക്കും. ബിയേഡിന് നല്ലൊരു ഡെൻസിറ്റിയും ഒരു ഹെവി ലുക്കും. ഇപ്പം വെഡിങ് ആയതുകൊണ്ട് നമ്മളിപ്പോ സ്കിൻ വിസിബിൾ ആയിട്ട് ചെയ്യണില്ല, അതർവൈസ് ഷോർട്ടായിട്ട് ഒന്നും കൂടെ ഷോർട്ടായിട്ട് സ്കിൻ ഒരു സ്ലൈറ്റ്ലി വിസിബിൾ ആയിരിക്കും. ഇപ്പൊ വെഡിങ് ആയതുകൊണ്ട് കുറച്ച് ഡീസെന്റ് ആവണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ സ്കിൻ വിസിബിലിറ്റി ഇല്ലാതെയാണ് ചെയ്യണത്. പക്ഷെ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഡീസെന്റ്, അതിന്റെ ഒരു അണ്ടർ കട്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു വേറൊരു വെർഷൻ ആണ് ചെയ്യുന്നത്. അതെ, അല്ല ബിയേഡ് വെക്കുമ്പം ലൈക്ക് ഇപ്പം നോർമലി ഒരു ജെന്റ്സിന്റെ ബിയേഡ് വെക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ബിയേഡ് ഉള്ളപ്പം ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല, ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിയേഡിന് ഡെൻസിറ്റി തോന്നുകയും ചെയ്യും, മുഖം ഫ്രഷ് ആയിരിക്കും. മുഖത്തെ ടയർഡ്നെസ്സും മാറും, ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടായിരിക്കും. എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരു പേടിയില്ല അല്ലേ? ഞാൻ പലരും ഇവർ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ബിഫോർ ആഫ്റ്റർ. അതിൽ ഒരു 80% ഇവർ വിജയം കണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും പ്രതീക്ഷിക്കുന്നു എന്നെ മേക്ക് ഓവർ എന്ന് പറയുന്ന അതാണല്ലോ, ഇവരെന്നെ ഇവരുടേതായ ഇഷ്ടത്തിൽ മാറ്റി പ്രസന്റ് ചെയ്യുന്നത് അത് സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണത്. പ്രതീക്ഷ താങ്ക് യു സ്വാതിക്. ഇനി ഞങ്ങൾ ബാക്കിയുള്ള ജേർണിയിൽ തുടരും. ബട്ട് ഫോർ ഓൾ ദോസ് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആൻഡ് സ്റ്റോറീസ് യു വിൽ ഹാവ് ടു സ്റ്റേ ട്യൂൺഡ്. യു ആർ വാച്ചിങ് ചുങ്ക ജ്വല്ലറി സ്വയംവരം.